പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക. ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവരുന്ന വിവാഹങ്ങൾ എങ്ങനെ നടത്തുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹ വിഷയങ്ങൾ സംസാരിക്കാൻ, ഇടനിലനിന്ന് സംസാരിക്കാൻ സ്വന്തമായിട്ട് വിശ്വസിക്കാൻ പറ്റിയ ആരും ഇല്ലാത്തവരുണ്ട് ഈശോയെ. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ചെല്ലുന്നവർ തന്നെ അവിടെ ഉള്ളിലിരിപ്പ് അനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ അടിച്ചു മാറ്റുന്ന രീതിയിൽ ചതിക്കപ്പെടുന്നവരുണ്ട് ഈശോയെ. ഇങ്ങനെ എത്രയോ മനുഷ്യരുണ്ട് ഈശോയെ. അങ്ങനെയെല്ലാം ഉള്ള മനുഷ്യരുടെ മേൽ കർത്താവെ, നീ അവരുടെ വിഷയങ്ങളെല്ലാം അങ്ങനെ സങ്കടപ്പെടുന്നവരുടെ വിഷയങ്ങൾ കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, രോഗബാധിതരുണ്ട് ഈശോയെ. ശാരീരികമായ ക്ലേശങ്ങളുണ്ട് ഈശോയെ. തങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് കുടുംബം പോറ്റാൻ കഴിയാത്തവരുണ്ട് ഈശോയെ. കർത്താവ്, ഓരോ തരത്തിലുള്ള ബാധ്യതകൾ പെരുകുമ്പോൾ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്? ചെറിയവർക്ക് ചെറിയ ദുഃഖങ്ങളും വലിയവർക്ക് വലിയ ബാധ്യതകളെന്ന് പറഞ്ഞതുപോലെ കർത്താവ്, ഓരോ മനുഷ്യരും അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ കർത്താവ് നിന്നിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നിന്നിലെ ഒരു വിശ്വാസം തോന്നണില്ല കർത്താവ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ രീതികൾ, അവരുടെ തന്നെ പാപാവസ്ഥകൾ, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണെങ്കിൽ കർത്താവ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവ്, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ് അതിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവെ അങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ കണ്ണ ചൊരിയട്ടെ. യാത്രയിൽ കൂടെ പോരാൻ ആരില്ലാത്തതുകൊണ്ട് ഈശോയെ, ഒരു ഇൻ്റർവ്യൂവിന്, ഒരു ടെസ്റ്റിന്, ഒരു വിദൂര യാത്രയ്ക്ക് കൂടെ പോരാൻ ആരില്ലാത്ത കാരണം ആ ഉദ്യമങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് കർത്താവെ. ഇങ്ങനെ ഓരോരോ തരത്തിലും മനുഷ്യർ ഭൂമിയിൽ പല വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. കുടുംബത്തിൽ കർത്താവെ ഒരു കാര്യം പോലും ആരോടും പറയാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈശോയെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. നിക്കക്കളി ഇല്ലാത്തവർ, കടമൂലം നിക്കക്കളി ഇല്ലാത്തവർ, ശാരീരിക രോഗങ്ങൾ സൗഖ്യപ്പെടാത്ത കാരണം നിക്കക്കളി ഇല്ലാത്തവർ, ഓരോ തരത്തിലുള്ള വിഷമതകളിലെ കർത്താവെ നിക്കക്കളി ഇല്ലാത്തവർ, ഓരോരുത്തരുടെ ഡേറ്റ് സർക്കാരിനോട്, കോടതിയോട്,
അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങളോട്, അതുപോലെ വ്യക്തികളോട് ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് പാലിക്കാൻ നിർവഹമില്ലാതെ ആ ഡേറ്റ് അടുത്തടുത്ത് വരുംതോറും സംഭ്രമം കയറി ഭാരപ്പെട്ട മനസ്സുമായി അറ്റാക്ക് പോലും വരുന്ന രീതിയിൽ ഉറക്കമില്ലാതെ കർത്താവെ നടക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവർക്ക് ആർക്കും സഹായമില്ല ഈശോയെ. നീ മാത്രമൊക്കെ തുണയുള്ള കർത്താവെ. ഈ പ്രാർത്ഥന കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് കൃപാസനം അൾത്താരെ കർത്താവ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഞാൻ കരയിലും കടലും നടത്തിയിട്ടുള്ള ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ മക്കൾ, പ്രാർത്ഥനയ്ക്ക് കഴിവുള്ളവർ, പ്രാർത്ഥനയ്ക്ക് കഴിവില്ലാത്തവർ, പ്രാർത്ഥനയ്ക്ക് കുറവുള്ളവർ എല്ലാവരും നീ സന്ധിക്കണം. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ, നീ സൗഖ്യപ്പെടട്ടെ, നീ വിടുതൽ പ്രാപിക്കട്ടെ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ, നീ ആത്മവിശ്വാസം പ്രാപിക്കട്ടെ. നിൻ്റെ ജീവിതം ആത്മീയമായ ആഘോഷമായി മാറട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വചനം നമ്മൾ വായിക്കുന്നത് ഹോശേയ 11:7. എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വച്ചിരിക്കുന്നു. ആരും അതെടുത്തു മാറ്റുകയില്ല. ഇത് ഞാൻ കേട്ടപ്പോൾ തിരിച്ചെന്നറിയാമോ? എൻ്റെ ഈ മനുഷ്യൻ്റെ നേച്ചറില്ലേ, സുഗതകുമാരി പണ്ട് പറഞ്ഞ പോലെയാണ്. ഒരു താരകയെ കാണുമ്പോൾ അത് രാവും മറക്കും. ഒരു കുഞ്ഞിൻ്റെ പാച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. പാവം മാനഹൃദയം. അതിൻ്റെ അത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ദൈവത്തെ മറക്കാൻ ആരെങ്കിലും ചിരി കണ്ടാൽ മതി, അതിൻ്റെ പുറകെ പോയിക്കൊള്ളൂ, പെട്ടെന്ന് മറക്കും. മനുഷ്യൻ്റെ ഭയങ്കര ചഞ്ചല ഹൃദയനാണ്. അതുകൊണ്ട് പല നുഖങ്ങളും നമ്മളുടെ ദൃഢനിശ്ചയില്ലായ്മ കാരണം ദൈവത്തിനെ കൊണ്ട് ചെയ്യിക്കണതാണ്. കാര്യം എന്തിനാ അപ്പം ദൈവം, നിങ്ങൾ ഓർക്കുന്നതിനാണ് ദൈവം ഇങ്ങനെ നുഖം വെക്കണത് എന്ന് വെച്ചാൽ അതിനെന്താ പറഞ്ഞത്, ആരും അഹങ്കരിക്കാതിരിക്കാനും പിന്നെന്താണ് ദൈവത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്ന ദൈവം സ്വാർത്ഥനാണോ? അങ്ങനെയല്ല. ഒരു അമ്മ എന്തിനാണ് കുഞ്ഞിന് മൊബൈൽ കൊടുത്ത് വിടണത്? എന്തെങ്കിലും അത് കുഞ്ഞിനെ സിനിമ കാണാനാണ്? അല്ല. എന്തിനാണ്? എന്തെങ്കിലും ആപത്ത് വന്ന് അമ്മയെ വിളിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു നന്മ വരാൻ പോകുന്നു, ആ നന്മയിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ ആണ് ദൈവം പലപ്പോഴും. അഹങ്കരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ചിലപ്പോൾ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. എല്ലാ മനുഷ്യരും ഇങ്ങനെ, ഞാനൊരു 10-20 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്. ഒരു ചെറിയൊരു അനുഗ്രഹം കിട്ടിയാൽ അപ്പം ദൈവത്തെ മറക്കും. പിന്നീട് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ. പല ആൾക്കാരും തിരിച്ചു വരുന്നത് തട്ട് കിട്ടിയിട്ടാണ്. അല്ലാതെ നല്ല ദൈവം ഒരു കുഴപ്പവും അവർക്ക് വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്ന് ചിലപ്പോൾ കുർബാനയ്ക്ക് വരാൻ താമസിക്കും, ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന മുടക്കും, പിന്നെ അങ്ങനെ ഓരോ കാര്യവും ചിലപ്പോൾ മറന്നു പോകും. അനുഗ്രഹം ചില ആൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അനുഗ്രഹത്തിനാണ് അവർ അറിയണത്, അത് തന്നാളെ മറന്നു പോകും. തന്നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ചില തരത്തിലുള്ള ചില നല്ല കൂട്ടുകാർ വിട്ടുപോകും നമുക്ക്. അപ്പം നമ്മൾ ഓർക്കും ഇനി ഇത് ആരോട് പറയാനാണ് എനിക്കിത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ഷെയർ ജോയി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്നാൽ ഉടനെ ഷെയർ ചെയ്യത്തില്ലേ. ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല, അത് ഉണ്ടാകാഞ്ഞിട്ടില്ല. ആ ദിവസങ്ങൾ അവരോട് വഴക്കിട്ടിരിക്കുന്നത് നമ്മൾ. ചിലപ്പോൾ അത് മനഃപൂർവ്വമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയ് ഷെയർ ചെയ്തിട്ട് ഈ ഷെയറിങ്ങിലൂടെ അവർ രണ്ടുപേരും ദൈവത്തെ മറക്കും. അത് ഭയങ്കരമായ ഒത്തിരി പേർക്കുണ്ടാകുന്ന നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓർക്ക് എന്തോ നന്മ വരാൻ പോണെന്ന്. അല്ലാതെ എനിക്കിങ്ങനെ ഞാൻ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചെന്നല്ല സംഭവിക്കണം. അതായത് എപ്പോഴും നമുക്ക് നല്ല സന്തോഷം വരണ സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ അഹങ്കാരം ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു മുഖം വെക്കും. അതാണ് ഹോശേയ 11:7 വായിച്ചേ. എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വെച്ചിരിക്കുന്നു. അപ്പോൾ ഓർക്കേണ്ടത് എന്റെ ജനം എന്ന് പറയുന്നുണ്ടേ, എല്ലാവരും ദൈവത്തിന്റെ ജനമാണെങ്കിലും ദൈവം ഓൺ ചെയ്യണം. ദൈവം ഓൺ ചെയ്താൽ എന്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. അല്ലെ? സങ്കീർത്തനം 16:10. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല.
അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ അതിന്റെ വിഷയം മനസ്സിലായി. ഏത് നുകം വെച്ചാലും നമ്മളെ തള്ളിക്കളയത്തില്ല. കാര്യം എന്താണ്? എൻ്റെ നിർമ്മലൻ എന്നാ പറയണത്. അതുപോലെ തന്നെ അവിടുന്ന് എൻ്റെ മേൽ നുകം വെച്ചിരിക്കുന്നു. അപ്പം ചില ഭാരങ്ങളൊക്കെ വരുമ്പോഴേ അത് ഓർക്കണം, നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനാണ്. അതൊരു സങ്കീർത്തനം ചിലയാൾ പറയുവേ, എനിക്ക് അമിതമായ പണം തരരുത്, എനിക്ക് അമിതമായ സന്തോഷം തരരുത്. നമുക്ക് സുഭാഷിതത്തിന്റെ 30-ാം അധ്യായം 8-ാമത് വാക്യം പരിശോധിക്കാം. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. 9-ാം തിരുവചനം. ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ഇതെന്ന് വെച്ചാല് ഈ മിതശീതോഷ്ണമായിട്ട് ലൈഫ് പോകത്തുള്ളൂ. അതായത് ഒത്തിരി നമ്മള് സന്തോഷത്തിൻ്റെ കാലം മാത്രമാണ് ചിലപ്പോൾ ദൈവത്തെ മറന്നു പോകും. എപ്പോഴും സങ്കടം മാത്രമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നിരീശ്വരവാദികളായി പോകും. സാധാരണ മനുഷ്യൻ്റെ ഒരു ഭാവമാറ്റങ്ങൾക്ക് 2 എക്സ്റ്റൻഷനേ ഉള്ളു. അതുകൊണ്ടാണ് ഒരു മീഡിയം ലെവലിൽ നിർത്താൻ വേണ്ടി പറയണത്. ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. അതായത് അമിതമായ സന്തോഷം വരുമ്പോൾ അതിൽ ചെറിയ റെഗുലേഷൻ വരും. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇതുപോലെ. നല്ല ദിവസങ്ങൾ ചില സമയത്ത് ചില വിഷയങ്ങൾക്ക് ഒരു റെഗുലേഷൻ വരും. അതിൻ്റെ കാരണം ബൈബിള് പൊതുവെ നൽകുന്നൊരു തോട്ടാണത്. എന്താ തോട്ടം വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് അഹങ്കരിക്കാതിരിക്കാൻ എനിക്കൊരു മുള്ളു തന്നെന്ന് പറയണില്ല. അതാണ് സംഭവം. അത് വായിച്ചത് 2 കൊരിന്തോസ് 12:7. 2 കൊരിന്തോസ് 12:7. വെളിപാടുകളുടെ ആധിക്യം വരുമ്പോഴേ സന്തോഷത്തിന്റെ ആധിക്യം വരിക. ആത്മീയ സന്തോഷത്തിന്റെ ആധിക്യമാണ് വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതല്ല സംഭവം. ഓവറായിട്ട് അധികമായിട്ട് ആഹ്ലാദിക്കാതിരിക്കാൻ. ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവം ഏറ്റെടുത്ത ദൈവ പൈതലിൻ്റെ ഒരു ലക്ഷണമാണത്. അത് ഇപ്പം എനിക്ക് കിഡ്നിയുടെ രോഗമില്ലേ, അപ്പോൾ അപ്പോൾ നിങ്ങളോർക്ക് ഞാൻ 24 hours കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ദൈവം എന്നെ ഫ്രീ ആക്കി നിർത്തത്തില്ല. അപ്പോൾ നിങ്ങൾ ആൾക്കാർക്ക് വിവരമില്ലാത്തമാർ ചോദിക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ദൈവത്തിന് വേണ്ടി വിവരം ചെയ്തിട്ട് അങ്ങേർക്ക് ഭയങ്കര കുറിച്ചാണല്ലോ. അതല്ല സംഭവം. അതായത് സോഡിയം എപ്പോഴും ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കത്തില്ല, അതിങ്ങനെ മണ്ണെണ്ണയിലിട്ട് വെക്കും. അല്ലേ, നമ്മളെ കെമിസ്ട്രിയുടെ പഠനശാലയൊക്കെ പണ്ട് എന്നെ പഠിപ്പിച്ച പപ്പിയാസ് സാറ് ഇതൊക്കെ സോഡിയം കാണിക്കുമായിരുന്നു. സോഡിയം എടുത്ത് കൊല്ലി കൊണ്ടിട്ട് സോഡിയം പുറത്ത് വരുമ്പോൾ സോഡിയം ഓടി കിടക്കും, പോഞ്ഞ് ഓടി കിടക്കും. അവിടെ മുഴുവൻ പുകയ്ക്ക് കളയും. അത് കാരണം എന്താ, ഇത് മുക്കിയിട്ടേക്കും. ഇതുപോലെയാണ് ദൈവം ചെയ്യണത്. നമ്മുടെ നല്ല സന്തോഷത്തെയും കൃപയെയും ദൈവം ചിലപ്പോൾ സങ്കടത്തിൽ മുക്കിയിട്ടേക്കും. അതെന്തുകൊണ്ടാണ്? വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ. ഫുൾ സ്വിങ് ആയിട്ടുള്ള ഒരു വചനമാണത്. അതായത് അവിടുന്ന് മരുഭൂമിയിലൂടെ 8:3 നിയമാവർത്തനം 8:3 അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അതെ കണ്ട, അതാണ് സംഭവം. വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള വചനം വല്ലോടത്തും കിട്ടുമോ? അതായത് നമ്മൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും ഈ സന്തോഷം, അല്ലെങ്കിൽ ഇപ്പം നീ ഒരു സിനിമ നിർമ്മിതാവാണ്, അല്ലെങ്കിൽ നീ ഒരു സിനിമ ഡയറക്ടറാണ്, അപ്പോഴും ഭജനം അപ്പം നിനക്ക് അമിതമായ സന്തോഷം ഉണ്ടാവും. കാര്യം നിന്നേക്കാൾ സീനിയറായിട്ട് വന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല, നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇത് നിനക്ക് പഠനകാലങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നാ പറ്റും? അപ്പോൾ അതുകൊണ്ട് സന്തോഷം ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും, എന്താണ്, ഈ സന്തോഷം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കണമെന്ന് പറയും. മാത്രമല്ല, അതാണ് വിഷയം. മാത്രമല്ല ജീവിക്കണത്. ഇപ്പോൾ നിനക്ക് പഠനത്തിൽ റാങ്ക് കിട്ടി, സാഹിത്യം എഴുതുമ്പോൾ നിനക്ക് അവാർഡ് കിട്ടി. അപ്പോൾ കർത്താവ് പറയും, ഈ അവാർഡിൻ്റെ സന്തോഷം മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. എന്താണ്? തൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണ്. അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. എല്ലാവരും മാറ്റത്തൊന്നും ഇല്ല,
താൻ നിശ്ചയിച്ചുറപ്പിച്ച് മുൻകൂട്ടി വിളിച്ച് തിരഞ്ഞെടുത്ത ആൾക്കാരെ. അപ്പം അങ്ങനെ വരുമ്പോൾ ആധ്യാത്മിക മേഖല വ്യാപരിക്കുകയും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സുവിശേഷ ജീവിത രീതി അനുഷ്ഠിക്കുന്നവർക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ കർത്താവ് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുമ്പോഴാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശു മാത്രമാണ്. എൻ്റെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസി അതിൻ്റെ ദൈവശാസ്ത്രം അറിയുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ മേൽ കർത്തൃസ്ഥാനമുള്ള ആളാണ്. അതാണ് കർത്താവ്. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. അത് വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ അതിൻ്റെ മാത്തമാറ്റിക്സ് അറിയണം. അല്ല വെറുതെ എന്ത് യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ ചുമ്മാ അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു സെക്കൻഡ് ഫാക്കൽറ്റി ഉണ്ട്. ഇത് നമുക്കറിയാമല്ലോ, ഇത് ഒരു മൗത്താണ്, ഒരു മെഗാഫോണാണിത്. ഈ മെഗാഫോണിൻ്റെ വർക്ക്, ഇത് മെഗാഫോൺ കൊണ്ട് യേശു കർത്താവാണെന്ന് നമ്മൾ സ്വരത്തിൽ പറയുമ്പോൾ അതിൻ്റെ ആസ്തിയിൽ തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത് പറയണം? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം. എന്താണ്? ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചു എന്നാണ്. അവിടെ പീഡാസനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അവിടെ ഉയർത്തുന്നതിന് മാത്രം പ്രാധാന്യം. അനുദിന ജീവിത അനുഭവങ്ങളെ നമ്മൾ അതിജീവിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഒന്ന് കുരിശും ഒന്ന് ഉയർത്തെഴുന്നേൽപ്പുമാണ്. കുരിശിനെ അതിജീവിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം വരെ നമുക്ക് കിട്ടുന്ന ഒരു സഹിഷ്ണുത, ഒരു വിഷയവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ വേണ്ടി ആണ് കുരിശ് നമുക്കൊരു പാഠ്യവിഷയമായി മാറണത്. കുരിശിൻ്റെ കാലം കഴിയുമ്പോൾ യേശുവിനെ കർത്താവ് ഉയർത്തുന്ന ഉത്ഥാനത്തിൻ്റെ കാലം വരും. അപ്പോഴും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പ്രഘോഷിക്കും. സാക്ഷ്യത്തിന് വേണ്ടി ഒരിക്കലാണ് ഈ കുരിശ് ചെയ്യണത്. ദുഃഖാനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും രോഗാനുഭവങ്ങളും ഒക്കെ ചെയ്യണത് ക്രിസ്തുവിലേക്കുള്ള ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ ദൂരമാണ്. കൈയിട്ടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മെക്കാനിസമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി വരാൻ വിശ്വാസം തന്നെ ഇത് എവിടുന്നാ വരുന്നത്? ഇത് എഫേസ്യർ 2:8 എന്താ പറയണത്? വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ കൃപ നമുക്ക് ലഭിക്കുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ പ്രകാശത്തിൽ ഒന്നാം ഘട്ടത്തിൽ വരണത് എന്താണ്? വിശ്വാസ പ്രഖ്യാപനമാണ്. അത്തരം കൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇനി വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളെ പറഞ്ഞില്ലേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി, വിശ്വാസ പ്രകാശനം. അതായത് അതും ഇതുപോലെ തന്നെ ടെൻഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളി വലിയ ഹൈ ബിസിനസ്, പുള്ളിക്കാരുടെ പ്രശ്നം 40 ലക്ഷം കടവാണ്. ഉടമ്പടിയിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നിസ്സാര കാര്യം. 5 കോടി കടം, 40 ലക്ഷം കടം, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കടമുള്ള ആൾക്കാരാണ് ഉടമ്പടി കാലങ്ങളിൽ കൊണ്ടെടുക്കുന്നത്. ടെൻഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആപ്പ് നിരോധിച്ച്. ആപ്പെന്ന് പറയുന്നത് അങ്ങനെ കന്നഡ ഡിസൈൻ ചെയ്ത് കന്നഡ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ കന്നഡയിൽ നമുക്കൊരു ആപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൃപാസനത്തിന് ആപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ കൃപാസനം ഇപ്പോൾ നമുക്ക് ലൈറ്റക്കാരൻ്റെ പേരക്വസ്റ്റ് ഉണ്ട്, ഓൺലൈൻ ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ടെലഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. ഇതെല്ലാം സിംഗിൾ വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യരുത്, ഞാൻ പറയാം. അതിനെ കുറച്ച് ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 കൊല്ലമായി ചെയ്യണത്, നിസ്സാരമല്ല, കുറേ വർക്കുണ്ട് അതിന്. അപ്പോൾ കംപ്ലീറ്റ് ആപ്പ് ചെയ്യാൻ ഈ ആപ്പ്, ഇയാളുടെ കന്നഡയുടെ ആപ്പ്, ടെൻഷൻ്റെ കന്നഡയുടെ ആപ്പ് ഇൻ്റർനാഷണൽ ലെവലിൽ നിരോധിച്ചു. ഇത് കേസുണ്ടായി. കാര്യം മറ്റ് കന്നഡ കച്ചവടക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്തോ ചെയ്തിട്ട് അവർ കേസ് കൊടുത്തിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ കമ്പനി ആപ്പ് നിരോധിച്ചു. ആപ്പ് നിരോധിച്ചിട്ട് കന്നഡ ബിസിനസ് തകർന്ന. ആപ്പ് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ തന്നെ ഡിസൈൻ ചെയ്യണേ കന്നഡയെ. അപ്പോൾ അത് ആപ്പിലാണ് ഇടണത്. അതാണ് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് കന്നഡ റീറ്റെയിലായിട്ട് എടുക്കുന്ന ആൾക്കാരില്ലേ, അതാണ് അവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നോക്കണത്. എൻ്റെ ഡിസൈൻ നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാം ഡിസൈൻ നമ്മളറിയുന്നില്ലെന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടാക്കി വെച്ച് നടക്കും. ഇവരെല്ലാവരും എപ്പോഴും അപ്ഡേഷനുണ്ട്, ഡിസൈനിൽ അപ്ഡേഷനുണ്ട്, എല്ലാത്തിനും ഉണ്ട് അല്ലേ? ആഭരണങ്ങൾക്ക് ഇല്ല, വാച്ചിന്, എല്ലാത്തിനും ഡിസൈൻ അപ്ഡേഷനുണ്ട്. അപ്പോൾ അപ്ഡേഷൻ എല്ലാം ആപ്പ് വഴിയാണ് നടക്കുന്നത്. പക്ഷേ ആപ്പ് നിരോധിച്ചു. ആപ്പ് നിരോധിച്ചതോടുകൂടി ഈ ടെൻഷൻ ശരിക്കും ടെൻഷനിലായിപ്പോയി. കാര്യം പിന്നെ കച്ചവടം ഇല്ലല്ലോ, എല്ലായിടത്തും കച്ചവടം പെൻഡിങ് ആകുകയും അയാൾക്ക് കടം കിട്ടാനുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെയും സെയിലെല്ലാം മരവിച്ചു പോയി. തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ സെയിലെല്ലാം മരവിച്ചു. 40 ലക്ഷം ഇൻട്രസ്റ്റോടുകൂടി കടത്തിലായി. അപ്പോൾ ജീവിതം പൊങ്ങാൻ വേറെ ഒന്നും വേണ്ടല്ലോ. 40 ലക്ഷം ഇൻട്രസ്റ്റോട് കടത്തിലായപ്പോൾ ജെയ്സൺ പിന്നെ എന്താ ചെയ്യണത്? ഉടമ്പടി ആശ്രയിക്കാൻ, ഉടമ്പടി ചെയ്യാൻ.
അതാണ് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ജെയ്സൻ്റെ ഈ കണ്ണട ആപ്പ് നിരോധിച്ച കണ്ണടയ്ക്ക് എന്നാ സംഭവിക്കണം നമ്മൾ അറിയണം. നമ്മൾ എപ്പോഴും നമ്മൾ ദൈവത്തോട് പറയുന്ന എനിക്ക് തോന്നുന്നത് ദൈവത്തോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നല്ലത്. ഇന്നതുപോലെ ചെയ്തു തന്നാൽ ഇന്നതുപോലെ ഞാൻ രക്ഷപ്പെടും, അങ്ങനെയൊന്നും നിങ്ങൾ പറയാതിരിക്കാൻ നല്ലത്. കാര്യം നിങ്ങളുടെ കൊച്ചു ബുദ്ധിക്ക കുബുദ്ധിക്ക പറ്റുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ധാരണയുടെ അതിലേക്കാണ് ദൈവത്തിൻ്റെ ബുദ്ധി. മനസ്സിലായ? അപ്പം നമ്മൾക്കൊരു ധാരണ ഉണ്ടാവും, നമ്മുടെ കണ്ണട രക്ഷപ്പെടണമെങ്കിൽ, കണ്ണട വ്യാപാരം രക്ഷപ്പെടണമെങ്കിൽ ഇന്നത് ദൈവം ചെയ്തു തന്നാൽ മതി. അപ്പോൾ ദൈവത്തിനെ കയറി പഠിപ്പിക്കാൻ നിൽക്കരുത് ആരും. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന കാര്യം ദൈവം ചെയ്തു തന്നാൽ മതി എന്ന് പറയരുത്. അത് മണ്ടത്തര കാര്യം. പലപ്പോഴും ബൈബിൾ പറയും നിങ്ങളുടെ ധാരണകളെ അതിലേക്കാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ ധാരണകളെ അതിലേക്ക്. ഫിലിപ്പിയർ 4:6-7 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പറഞ്ഞേ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ ഒരു സമാധാനം എന്ന് പറയുന്നത് ഒരു ഉത്തരമാണ്, ആൻസറാണ്. ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉത്തരമെന്ന അർത്ഥം. ഇതിനിപ്പോൾ ജെയ്സ് ടെൻഷൻ്റെ വിഷയത്തിന് അയാൾക്കൊരു ധാരണയുള്ളത് എന്താണ്? ആപ്പ് നിരോധിച്ച ആപ്പ് വീണ്ടും കമ്പനി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനം കിട്ടും, ഉത്തരം കിട്ടുമെന്നാണ്. പക്ഷേ ആ ധാരണയല്ല ഫിലിപ്പിയർ 4:6-7 പറയണത്. 4-ാം അധ്യായം 6-ാം വാക്യവും 7-ാം വാക്യവും പറയുന്നതാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ നിങ്ങളുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ ഉത്തരം. അവിടുത്തെ സമാധാനത്തിന് പീസ് എന്നല്ല, ആൻസർ എന്ന അർത്ഥം. ദൈവത്തിൻ്റെ ആൻസർ, ദൈവത്തിൻ്റെ ഉത്തരമുണ്ട്. ടെൻഷൻ അതനുസരിച്ച് ഉത്തരം ആൻസർ. അയാൾ പിന്നെ ഒരു കാര്യമാണ്, അയാൾ ഉടമ്പടിയുടെ സത്യസന്ധതയുള്ള ആളാണ്. ഈ നമ്മൾ സത്യസന്ധത ഉണ്ടെങ്കിലാണ് ദൈവം ആ ഉടമ്പടിയുടെ യഥാർത്ഥ തനി നിറം കാണിക്കത്തുള്ളൂ. നമ്മൾ സത്യസന്ധത ഇല്ലാത്തവർ, നമുക്കൊരു ഉടമ്പടി എടുക്കുന്നവരിൽ എനിക്കറിയാം ഒരു 70% പേര് സത്യസന്ധത ഇല്ലാത്തവരാണ്. ഉള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയാൻ. ഉടമ്പടി എടുക്കുന്നവരിൽ 70% പേര് സത്യസന്ധത ഇല്ലാത്തവരാണ്. അവർ ദൈവത്തോട് എന്താണ് ഉടമ്പടി ചെയ്യിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അവരുടെ വിഷയത്തെക്കുറിച്ച് അവരെപ്പോഴും ഭയങ്കര ആകുലരായിരിക്കും, ദൈവത്തെക്കുറിച്ച് ഒരിക്കലും അല്ല. അതാണ് നമുക്ക് ഉടമ്പടി പറ്റുന്ന ഒരു അബദ്ധം. പക്ഷേ ടെൻഷൻ അങ്ങനെയല്ല. ടെൻഷൻ എന്തെല്ലാം കാര്യം ചെയ്തറിയാം. 40 ലക്ഷം കടത്തി കിടന്നിട്ട് എന്തെല്ലാം കാര്യം ആ മനുഷ്യൻ ചെയ്യുന്നറിയാവോ? ഓരോ റിട്ടയർ ഷോപ്പ്, കേരളം മുഴുവൻ റിട്ടയർ ഷോപ്പാണ്. അയാൾക്ക് കാശ് കൊടുക്കാനുള്ള ആൾക്കാരാണ്. എല്ലാവരെയും കാണാൻ പോകുമ്പോഴൊക്കെ ചില സമയത്ത് കടയടച്ച് പിരിയുമ്പോഴൊക്കെയല്ലേ നമുക്ക് കാശ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ. കട അടക്കാൻ നേരത്തല്ല കാശ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പല സമയത്തും കൊല്ലത്തും ട്രിവാൻഡ്രത്തും കാസർഗോഡും ഒക്കെ പോയി കട അടച്ച് കടക്കാൻ നേരത്തെ കാശ് കളക്ട് ചെയ്ത് കിട്ടണ കാശ് വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇയാൾ ചെയ്യണ എന്താ പരിപാടി? എന്താ? ഇയാൾ ഉടമ്പടിയുടെ ആ ജീവകാരുണ്യ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ സാക്ഷ്യം അടിപൊളി സാക്ഷ്യമാണ്. എന്താ ചെയ്യണത്? അയാൾ നിരത്തിൽ കിടന്നുറങ്ങുന്ന രോഗികളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഒത്തിരി പേര് നിരത്തിലൊക്കെ കിടന്നുറങ്ങത്തില്ലേ, എന്നിട്ട് ചോദിക്കും ഭക്ഷണം കഴിച്ചിട്ടാണ് ഉറങ്ങണമെന്ന് ചോദിക്കും. അവർ ചോദ്യം മതിയില്ല, ദൈവത്തിൻ്റെ മനസ്സ് കൊടുക്കുവാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് ഉറങ്ങണം. അപ്പോൾ ചെറിയ പറയും ഇല്ലെന്ന് പറയും, എന്നാ ബാന്ന് പറയും. എന്നിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി, ഏത് ഹോട്ടലാണ് തുറന്നിരിക്കണം അവിടെ കൊണ്ടുപോയി മനുഷ്യൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ വന്നിരിക്കുന്ന എന്താ പരിപാടി? ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് 1 കെട്ട് പത്രമാണ് നമ്മൾ മേടിക്കാൻ പറയണത്. പക്ഷേ പുള്ളി 5 കെട്ട് പത്രം മേടിക്കും. 5 കെട്ട് പത്രം മേടിച്ച് എന്താണ് ഈ വലിയൊരു ബിസിനസ്സുകാരനാണ് ചെയ്യണത്. അയാൾ ഓരോ മെഡിക്കലിൻ്റെ വാതിക്കൽ പോയി നിൽക്കും. ഓരോ മെഡിക്കൽ, ആ സാക്ഷി നിങ്ങളൊന്ന് കേൾക്കണം, ടെൻഷൻ്റെ. ഓരോ മെഡിക്കലിൻ്റെ വാതിക്കൽ പോയി നിൽക്കും. എന്നിട്ട് ഓരോരുത്തരോട് പറയും. അപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങളെ കാണുമ്പോൾ അയാൾ കാനായിലെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കും. ഒരു മനുഷ്യൻ വചനം പ്രഘോഷിക്കണേ, അയാൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയമാണ്. പക്ഷേ അതല്ല, സുവിശേഷത്തിന് വിലങ്ങ് വെച്ചിട്ടില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ അല്ലാത്തപ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. വചനം പ്രഘോഷിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. എപ്പോഴും നമുക്ക് സാഹചര്യം അനുകൂലമായി വരിക. ഇപ്പോൾ ജെയ്സിന് സാഹചര്യം അനുകൂലമല്ല. 40 ലക്ഷം കടവും അതിൻ്റെ ഇൻട്രസ്റ്റും കടക്കാരുടെ വിളിയും തിരക്കും എല്ലാമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലും അദ്ദേഹം വചനം പ്രഘോഷിക്കുകയാണ്. പല വിശ്വാസികളാണെങ്കിലും അയ്യോ നമ്മൾ ഉടമ്പടി എടുത്തിട്ടും കടക്കാർ വിളി നിർത്തണില്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ 2 സ്മോൾ അടിക്കും. അങ്ങനെ ഇരുട്ടുകൊണ്ട് കൂട്ടിടക്കാനൊന്നും പറ്റത്തില്ല. അത് തട്ടലില്ലാത്ത പരിപാടിയാണ്.
മറിച്ച് ദൈവശക്തിയുള്ളവൻ നട്ടുള്ളവനാണ്. വിശ്വാസം നമുക്ക് നൽകുന്നത് എക്സ്ട്രാ നട്ടല്ലാണ്. കൈയിട്ടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അനുഭവമാണ് സുവിശേഷം. ഇപ്പം കടമുണ്ടാകാം, രോഗമുണ്ടാകാം, പക്ഷെ സുവിശേഷം വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. സുവിശേഷം സാഹചര്യം അനുകൂലമല്ലെങ്കിലും അത് പ്രഘോഷിക്കാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശനമാണ്. ഇപ്പം ജെയ്സൺ ഞാൻ പറഞ്ഞ വിശ്വാസം കൈമാറുന്നത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ, പിന്നെന്താണ് വിശ്വാസ പ്രകാശനത്തിലൂടെ. വിശ്വാസ പ്രകാശനമാണ് ഇപ്പോൾ ജെയ്സൺ ചെയ്യണത്. എന്താണ് കാര്യം? അവിടെ സാഹചര്യം അനുകൂലമല്ല, പക്ഷേ സ്റ്റിൽ അയാൾ ഓരോ മെഡിക്കൽ കോളേജിനെ വാദിക്കലും ഹോസ്പിറ്റൽ വാദിക്കുന്നതുകൊണ്ട് കൃപാസനം പത്രം പറഞ്ഞ് കൊടുക്കുക. അത് അക്രൈസ്തവരാണെന്ന് കണ്ട അദ്ദേഹം കാനായിലെ കല്യാണത്തെക്കുറിച്ചും ഒരു കുടുംബം അന്യം നിന്ന് പോകാൻ പോകുമ്പോൾ തകർച്ച ബാധിക്കുമ്പോൾ അമ്മ എങ്ങനെ മധ്യസ്ഥം വഹിക്കണമെന്നും അമ്മയുടെ മധ്യസ്ഥം എങ്ങനെ യേശു കേൾക്കണമെന്നും എങ്ങനെ വീണ്ടെടുക്കണമെന്നും ഈ മനുഷ്യൻ പറഞ്ഞ് ആ മനുഷ്യൻ പഠിച്ച് സുവിശേഷം പ്രഘോഷിക്കാൻ കൊടിയ കടത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും ആ മനുഷ്യൻ സുവിശേഷം വിലങ്ങ് വെക്കാത്ത സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിത സാഹചര്യം രോഗങ്ങൾ കൊണ്ടോ കടങ്ങൾ കൊണ്ടോ ജോലിയില്ലായ്മ കൊണ്ടോ കലഹങ്ങൾ കൊണ്ടോ വിവാഹമോചനം കൊണ്ടോ കമ്പനിയുടെ തകർച്ച കൊണ്ടോ ഏത് തകർച്ചയാണെങ്കിലും മരണത്തിന്റെ തകർച്ചയെ അതിജീവിച്ചുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുന്ന എന്നിലേക്ക് ഉദ്ധാനത്തിന്റെ ശക്തി അഭിഷേകമായി നൽകണമേ. എല്ലാ സാഹചര്യത്തിലും അനുകൂലമായാലും പ്രതികൂലമായാലും വിശ്വാസ പ്രകാശനമായി പ്രഘോഷിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതുകൊണ്ടും തീർന്നില്ല. പുള്ളിക്കാരൻ ആൾക്കാരെ കളക്ട് ചെയ്ത് നാട്ടിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചു. എല്ലാം ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ സമാധാനമൊന്നും ഉണ്ടായിട്ടില്ലേ? പക്ഷെ അങ്ങനെ അഡ്വാൻസ് ചെയ്യണം ദൈവത്തിനെ. അല്ല, നമ്മളിപ്പോൾ ചിലരുണ്ടല്ലോ ഓരോരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്തേച്ചും വന്ന് കമ്പ്യൂട്ടർ അടിച്ചു നോക്കും. ഓഫർ ലെറ്റർ വന്നാൽ അടിച്ചു നോക്കത്തില്ലേ? ഓരോ എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ചില ചില്ലറ പരിപാടിയൊക്കെ ചെയ്തേച്ച് ശേഷം വന്നിട്ട് വിസ വന്നാൽ കമ്പ്യൂട്ടർ അടിച്ച് നോക്കും. അതൊക്കെ ഒരു ഞരമ്പ് രോഗമാണ്. ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടപടി ചെയ്ത ആൾക്കാർ. അങ്ങനെ നിങ്ങൾ നശിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലാത്ത ആൾക്കാരായിട്ട് ബ്രാൻഡ് ചെയ്യരുത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകത്തില്ല, ദൈവത്തിനല്ല വില, നിങ്ങളുടെ വിസയ്ക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്ന്. എന്തിനാണ് ദൈവത്തിന് പിടി കൊടുക്കുന്നത്? അത് ലോക മണ്ടത്തരങ്ങളാണ്. കുറച്ച് ബുദ്ധി വേണം ദൈവമായിട്ട് ഇടപെടണമെങ്കിൽ. ബ്രാൻഡഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജെയ്സൺ കണ്ടില്ലേ, ബ്രാൻഡഡ് അല്ല. അയാൾക്ക് എന്തുമായിട്ട് അത് എൻ്റെ കടങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവിന് തീരുമാനം ഉണ്ടാവും. എനിക്ക് കിട്ടിയ അഭിഷേകത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഓരോരോ ദാനങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെ കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ വേല ചെയ്യാൻ ഇത് വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പറഞ്ഞു, വിശ്വാസത്തിൻ്റെ പ്രകാശനം പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ധാരണ അതിലംഘിക്കുന്ന ഒരു പുതിയ വഴിയുമായിട്ട് മാതാവ് വരണത്. നമ്മൾ ഞെട്ടിപ്പോവും, കണ്ണ് നിറഞ്ഞു പോവും. എന്താ അമ്മ ചെയ്തെന്നറിയോ? ഈ മനുഷ്യൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് കൈമാറ്റം വന്ന ഒരു കുടുംബപ്പുരയുടെ ഉണ്ട്. അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ ചേട്ടന് കൊടുത്തതാണ് ആ പുരയിടം. ചേട്ടൻ അത് ചേട്ടൻ്റെ മകൾക്ക് കൊടുത്തു. അവളെ വേറെ സ്ഥലത്ത് കെട്ടിച്ചു വിട്ടു. അവരെല്ലാം അമേരിക്ക സെറ്റിൽഡാണ് വർഷങ്ങളായിട്ട്. ഈ പുരയുടെ ഇവിടെ നാട്ടിൽ കിടപ്പുണ്ട്. ഈ പുരയിടം ചാർജ് അത് തീർ കൊടുത്തതാണ്. ആ പുരയിടം ഗവൺമെൻറ്റിൽ ഈ ടാക്സ് അടക്കാതെ കാലഹരണപ്പെട്ട് ഗവൺമെൻറ് കൈകയറാൻ പോയി. അപ്പോൾ ഇത് ആരോ ഇവരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പുരയിടം മിക്കവാറും സർക്കാർ ഭൂമിയായിട്ട് മിച്ചഭൂമിയായിട്ട് കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് അവർ ടാക്സ് അടക്കണില്ലല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ, അത് പണ്ട് നടന്ന കാര്യമാണ്. അപ്പം ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞതാണ്, പുരയിടം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മിച്ചഭൂമിയായി പോകുന്നതൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ വല്യപ്പൻ കൈമാറ്റം ചെയ്ത ആ വല്യപ്പൻ്റെ മകള് നാട്ടിൽ വന്നിട്ട് ആ പുരയിടം ജെയ്സനും 6 പേർക്കുമായിട്ട് വീതിച്ച് തീർ കൊടുക്കും. അപ്പോൾ ഒരു 36 സെൻറ്റ് അയാൾക്ക് കിട്ടും.
36 സെൻറ്റ് പെട്ടെന്ന് നിൽക്കണം. ഒരു സുപ്രഭാതത്തിൽ 36 സെൻറ്റ് ഇങ്ങനെ പൊങ്ങി വരികയാണ്. ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ട് വരുന്ന സംഭവമില്ലേ ദൈവം. എന്നിട്ട് എന്താ അമ്മ ചെയ്തിരിക്കണത്? ജെയ്സൺ എന്താ ചെയ്തിരിക്കണത്? ജെയ്സൺ കൊണ്ട് ഉടമ്പടി ഉപ്പ് കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ 36 സെൻറ്റിൽ അങ്ങോട്ട് തളിക്കും. എന്താ കാര്യം? പുള്ളിക്ക് ജപ്തിയായി വരികയാണ്. അതുകൊണ്ട് ഈ പുരയിടത്തിൽ കൊണ്ട് ഉടമ്പടി ഉപ്പ് വിതറും. ഉപ്പ് വിതറി ഏതാണ്ട് 3 ദിവസത്തിനുള്ളിൽ പുരയിടം കച്ചവടമായി. ഈ 40 ലക്ഷത്തെ കൂടുതൽ അടക്കാനുള്ള കാശ് കിട്ടണമല്ല, ബാങ്കിൽ നിന്ന് വൺ ടൈം സെറ്റിൽമെൻറ്റ് വരും. അപ്പോൾ പിന്നെയും പകുതിയായിട്ട് കടം കുറയും. അതായത് ഒരു വിഷയം നോക്കിയാൽ ദൈവം എന്ത് ജെനുവിനായിട്ടാണ് ഒരു മനുഷ്യനെ ഇട്ട് ഉടമ്പടി ഉടമ്പടിയോട് നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, ജെയ്സന് ഒരു 1.5 വിശ്വസ്തത കാണിച്ചിരിക്കണത്. 1.5 ദൈവത്തിന് വിശ്വസ്തത ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയണത്. അപ്പോൾ ഇവൻ ഒരു ദൈവത്തോട് ഉടമ്പടി വിശ്വസ്തത എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഒരു ബുദ്ധിയിൽ ഒരു പാക്കേജ് കണ്ടുപിടിച്ചിട്ട് ഇവനെ ലിഫ്റ്റ് ചെയ്യണം. അത് വല്ലാത്തൊരു ലിഫ്റ്റിംഗ് ആയിപ്പോയി. അതായത് അത്ര നമ്മളെ ഒന്നും ചിന്തിക്കാത്ത. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവത്തിന് നിങ്ങൾ വരച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ദൈവം വരക്കട്ടെ. ദൈവം വരക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് 36 6:36 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ അല്ലേ? 6:36-38 ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കാം. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. ഇതിലെ സംഭവം അതേ ഇപ്പം ജെയ്സൺ കൊടുക്കണല്ല, എല്ലാവർക്കും കൊടുക്കണം. ആകാശിലെ കടവാണ്. അപ്പോഴും ആൾക്കാരെ വിളിച്ചു നടത്തി കൊടുത്തുകൊണ്ടിരിക്കുക, ദൈവത്തിന് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈശോ പറയണത്, കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. പക്ഷേ ദൈവം തന്നെ എങ്ങനെയാണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. കാര്യം വൺ ടൈം സെറ്റിൽമെൻറ്റിൽ കടങ്ങൾ കുറഞ്ഞ്. അതുകൂടാതെ 2 പുരയിടമാണ് കിട്ടിയിരിക്കുന്നത്. 2 പുരയിടം വിട്ട് ഒരു 26 ഒരു 39 സെൻറ്റാണ് വിറ്റ് പോയിരിക്കുന്നത്. അതെല്ലാം പണം പടവടാന്ന് കിട്ടുകയാണ് അത് മനുഷ്യന്. അതിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് വിൽക്കാത്ത പുരയിടമൊക്കെ പടയെന്ന് വിറ്റുപോയി. ദൈവം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി ദൈവസ്നേഹത്തോടെ ഉടമ്പടി പ്രയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം ദൈവസ്നേഹത്തോടെ ചെയ്യുക. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിശ്വാസത്തെയാണ്. ഇപ്പോൾ നിങ്ങളെ കഥ അറിയാതെ ആട്ടം കാണരുത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ ശുശ്രൂഷ പോണത്. ഇതിൻ്റെ വിഷയം എന്താണ്? എഫേസ്യർ 2:8 എന്താണ്? വിശ്വാസം വഴി പറഞ്ഞേ, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ വിശ്വാസം വഴിയാണ് നമുക്ക് ദാനം ലഭിക്കുക എന്ന് നമുക്ക് കണ്ടു. അപ്പൊ വിശ്വാസം വഴി ദാനം എങ്ങനെയാണ് ലഭിക്കണമെന്ന് നമ്മൾ പിന്നെ കണ്ടത് വിശ്വാസം പ്രകാശനത്തിലൂടെയാണ്, വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ. അത്തരം കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നോ, വിശ്വാസ പ്രമാണം ചെല്ലുന്നോ, പ്രാർത്ഥന ചെല്ലുന്നോ, അതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ്. രണ്ടാമത്തെ എന്താണ്? വിശ്വാസ പ്രകാശനമാണ്. ഈ ജെയ്സൺ ചെയ്ത മുഴുവൻ വിശ്വാസ പ്രകാശനം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസ പ്രയോഗമുണ്ട്. അയാളെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടുമ്പോഴെന്താ സംഭവം? അത് പ്രയോഗമാണ്. വിശ്വാസം 3-4 തരത്തിലാണ്. ഉടമ്പടി പോലെ ഇത്രയും മനോഹരമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ സമഗ്രത പ്രകാശിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനാ രൂപം ഉണ്ടാകത്തില്ല. ഇത് വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസം പ്രയോഗിക്കുകയാണ്. പ്രഖ്യാപിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, പ്രയോഗിക്കുന്നു. വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രയോഗത്തിൻ്റെ ഏറ്റവും ശക്തമായ ഇപ്പം ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ സ്ത്രീയാണ് കേട്ടോ. ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ സാക്ഷ്യമുണ്ടായി ഈ ദിവസങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷിയാണ്. ബെന്നി ജോസഫിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ 10-28 കൊല്ലമായിട്ട് അവർ ഈ കോട്ടപ്പുറത്തുള്ളതാണ്, കൃഷ്ണൻകോട്ട ഇടവകയാണ്. അവിടെ പ്രശ്നം നിങ്ങൾ ചിന്തിച്ചാൽ അവിടെയൊക്കെ മുഴുവൻ വെള്ളമല്ല. നമ്മൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച സ്ഥലങ്ങളാണ് കോട്ടപ്പുറം. പെരിയാറൊക്കെ വന്ന് വീഴുന്ന സ്ഥലമല്ലേ. ഇപ്പോൾ പെരിയാർ പൊങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ വീട്ടിലും വെള്ളം പൊങ്ങി. എത്രയോ സ്ഥലമാണ് വൈപ്പിൻ തൊട്ട് അങ്ങ് ചെറായി വരെയും, ചെറായും കഴിഞ്ഞ് വെള്ളം പൊങ്ങിയില്ലേ, എല്ലാ വീട്ടിലും വെള്ളം കയറി. അപ്പം അതുപോലെ അവരുടെ വീടിൻ്റെ അടുത്ത് കൂടി ഒരു തോട് പോകണ്ടേ, ഒരു തോട്. ഈ തോടിൻ്റെ പ്രശ്നം ഏറ്റവും വരുമ്പോൾ 7 തോടിങ്ങനെ പൊങ്ങുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറമ്പിലേക്ക് വെള്ളം കയറും. തോട്ടിലെ വെള്ളം പറമ്പ്. ഇപ്പോഴത്തെ കാലത്ത് തോടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാ അഴുക്കും ഉണ്ടാകുന്ന വേസ്റ്റ് ഇട്ട സെപ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകണ പോലെയാണ് ഈ തോടൊക്കെ പൊട്ടണത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കാര്യം ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ തോടൊക്കെ എന്ത് മനോഹരമായിരുന്നു, വൃത്തിയായിരുന്നു, മെനയായിരുന്നു. ഇപ്പോൾ എല്ലാം സെപ്റ്റി ടാങ്ക് പോലെ കറുത്തില്ലേ. അതായത് നമ്മുടെ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഒരു പെശകാണ് ശരിക്കും. നമ്മുടെ എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ നമുക്ക് സംസ്കാരം കുറവാണ്.
അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളൊക്കെ ഭയങ്കര മലിനീകരണമാണ്. വെള്ളം മാത്രമല്ല, അന്തരീക്ഷവും എല്ലാം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, സിഗരറ്റ് കുറ്റിയും അതുപോലെ ബീഡി കുറ്റിയും എല്ലാം അവിടെ കിടക്കണ കാണാം. സിഗരറ്റ് കുറ്റി, ആൾക്കാർ മുറുക്കാൻ തുപ്പണ്. പണ്ട് മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കുറേ ആൾക്കാരിങ്ങനെ സ്ഥിരം തുപ്പ് തൊഴിലാളികളായിട്ട് ഇരിപ്പുണ്ടാവും അല്ലേ. കുറേ ബീഡിയൊക്കെ വാങ്ങിച്ച് കുറേ വെറ്റിലൊക്കെ മുറുക്കി. ഇപ്പോൾ ആ കാലം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ വെറ്റിലൊക്കെ വെച്ചുകൊണ്ട് മുറുകി തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഗ്ഗത്തെ കാണുമായിരുന്നു. നമ്മുടെ അപ്പന്മാരാണ്, അവരൊക്കെ മരിച്ചുപോയി. പക്ഷേ മുറുക്കാൻ ഇപ്പോൾ ഇല്ലെങ്കിലും വേറെ തരത്തിലുള്ള വിഷസംഭവങ്ങൾ ഒത്തിരി പൊതുവെ വന്ന്, അതുപോലെ അതെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ഡംപ് ചെയ്യണത്, പ്ലാസ്റ്റിക്കും എല്ലാം ഡംപ് ചെയ്യണ തോട്ടിലാണ്. ഈ തോട് പൊങ്ങിയിട്ട് സെപ്റ്റി ടാങ്ക് പൊങ്ങിയ പോലെയുള്ള അവസ്ഥയാണ്. ഇവിടെ വീട്ടിൽ കയറിയ വെള്ളം, മഴ പെയ്ത വെള്ളം വീട്ടിൽ കയറും, പിന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. 10-20 കൊല്ലമായി ഇതാ ഇവർ കെട്ടിവന്ന കാലം മുതൽ അനുഭവിക്കുന്നതാണ്. ഇവർ വിശ്വാസം പ്രയോഗിക്കണ ഈ ബെന്നി ജോസഫ് വിശ്വാസം പ്രയോഗിക്കണ ഇവർക്ക് എന്താ ഇനി ഒരു മാർഗ്ഗമില്ല. ഇത് അവരൊരു പ്രൈവറ്റ് തോടാണ്. പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷ വെക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ അത് ചെയ്യാനില്ല, ഇത് ഒരു ജന്മിയുടേതാണ്, പ്രൈവറ്റ് തോടാണെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യാൻ, സഹിക്കാതിരിക്കാൻ പറ്റും. നിങ്ങൾ അവിടെ നിന്ന് വിറ്റിട്ട് പോകാൻ നോക്കാൻ പറയും. അതൊക്കെയാണ് മനുഷ്യമായിട്ടുള്ള പരിഹാരം, അതാണ് അവർ പറയണത്. പക്ഷേ ദൈവത്തിൻ്റെ പരിഹാരങ്ങൾ കേൾക്കണ രസമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഉടമ്പടി ചെയ്യുമ്പോൾ ബെന്നി ജോസഫ് എന്താ ചെയ്യണത്? അമ്മേ, ഞാൻ കെട്ടിവന്ന കാലം തൊട്ട് ഈ സെപ്റ്റി ടാങ്ക് പൊങ്ങി വന്ന് തോട് മുഴുവൻ പൊങ്ങി എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ മക്കൾ വളമൊക്കെ കടിച്ച് വല്ലാത്ത പ്രാകൃതം പിടിച്ച ജീവിതമാണ്. ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റണേ. അതാണ് ഉടമ്പടി. ഇത് ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ ചെയ്യണത്? ഈ ഉപ്പ് വാങ്ങിച്ച് വിശ്വാസ പ്രമാണം. ഞാൻ ഉടമ്പടി വിശ്വാസ പ്രയോഗത്തെക്കുറിച്ചാണ് പറയണത്. നിങ്ങളവർക്ക് എന്താ ഉടമ്പടി എന്താ ഉപ്പ് ഇതെന്നാ എന്ന് കൂടുതലൊന്നുമല്ല, അത് വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. പ്രഖ്യാപനമുണ്ട്, പ്രകാശനമുണ്ട്, പ്രയോഗമുണ്ട്. ബെന്നി ജോസഫിൻ്റെ അത് പ്രയോഗമാണ്. ആ പ്രയോഗം ഈ ഉപ്പ് കൊണ്ടുപോയി ഒരു വിശ്വാസ പ്രമാണം ചെല്ലിട്ട് ആദ്യം പ്രഖ്യാപിക്കും, ഈ തോട്ടിലോട്ടിടും. തോട്ടിടുമ്പോൾ നിങ്ങളവർക്കും തോടണേ പറ്റുമെന്ന്. അങ്ങനെയില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുക. പഞ്ചായത്ത് എന്ന് വെച്ചാൽ എന്താ അവർ പറയണത്, ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി നിങ്ങളുടെ വിഷയമാണ് ഡിസ്കസ് ചെയ്തത്, നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം കൊണ്ട് നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടത്തില്ല. അപ്പം ഞങ്ങൾ ബ്ലോക്കിൽ അതിനു വേണ്ടി വേറൊരു അപേക്ഷ വെച്ചിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ അപേക്ഷ ബ്ലോക്കിൽ വെച്ച്. അപ്പോൾ അടുത്ത ആഴ്ച പറഞ്ഞ് ബ്ലോക്കിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞു. നോക്കിയേ, ഒരു കഥ പണ പോക്ക് കണ്ടില്ലേ, ഒരു ഉപ്പെറിഞ്ഞ സംഭവമാണ്. അതെങ്ങനെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കണം. വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. കർത്താവ് എല്ലാ അധികാര സ്ഥാനങ്ങളെയും ചലിപ്പിക്കും. വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പിൽ അധികാര സ്ഥാനങ്ങൾ ഞെട്ടി പറക്കണ പോലെയുള്ള ഒരു വിറക്കലാണ്. പെട്ട ഇളകില്ലമേ. ഇവർക്ക് 10 ലക്ഷം രൂപ അനുവദിക്കും. എന്താണെന്നറിയാമോ? ഇവരുടെ ഈ ഒഴുക്ക് ഈ തോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊരു കാണ കിട്ടും 10 ലക്ഷം രൂപയ്ക്ക്. അതോടുകൂടി തോട് പറ്റിപ്പോവും. ക്ലിയർ, പ്രശ്നം തീർന്നു. സിമ്പിൾ. 20 കൊല്ലമായിട്ടുള്ള പ്രശ്നമാണ്. വിശ്വാസം അതായത് എത്രയോ പേര് ഉടമ്പടി എടുക്കുന്നു. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് വളരെ ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളെ ഇവിടെ എടുത്തുള്ളൂ? അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്നതിന് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, മാസ്റ്റർ ഫെയ്ത്ത് വേണം. കാര്യം നമുക്കറിയാമല്ലോ, വിശ്വാസം പോലെ തന്നെ അത് ഒറ്റകൈ പ്രയോഗമാണ്. കാര്യം വേറെ ഒരു മാർഗ്ഗം അവരുടെ മനസ്സിലില്ല, ചിന്തയിലുമില്ല. 20 കൊല്ലം അനുഭവിക്കുന്നതാണ്. ദൈവം അവരെ വീണ്ടെടുക്കുന്ന രീതി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഇതുപോലുള്ള വിശ്വാസ പ്രയോഗങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓൺലൈനിൽ ധ്യാനം കേൾക്കുന്നവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എല്ലാവർക്കും ഉടമ്പടി അടയാളം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.